ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബ്ലോഗ് സ്പോട്ട് ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്, അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കി എൻ്റെ അനിയനെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്ന റെസിപ്പിയാണ് എന്താണെന്ന് വെച്ചാൽ കേക്ക്. അപ്പോൾ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞാൽ ന്യൂ ഇയർ വരാൻ പോകില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം അതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഈസി ആയിട്ടുള്ള കേക്ക് റെസിപ്പിയാണ്. അതിന് വേണ്ടി ഞങ്ങൾ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് കുറച്ച് അധികമായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ക്രഷ് ചെയ്ത് അത് വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, ഒരു 1/2 കിലോ ശർക്കര ഞങ്ങളിവിടെ ശർക്കര പാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അത് 1/2 കിലോ ശർക്കര ഉണ്ടാവുന്നുണ്ടോ ചേച്ചി? ഉണ്ടാവില്ലേ? 1/2 കിലോ 300 ഗ്രാം ശർക്കര. അത് നല്ല ശർക്കര പാവുമാതിരി റെഡിയാക്കുക, അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ കയ്യിൽ തന്നെ ഇപ്പോൾ അവിടെ അവർ ഇളക്കണ കയ്യിൽ തന്നെ ഒരു 4 കയ്യിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വറക്കണമല്ലോ. കളർ മാറോളം വറക്കണം. നല്ലൊരു ബ്രൗൺ ഗോൾഡൻ കളറാവുന്നത്. കരിയാതെ നല്ല ബ്രൗൺ കളർ ആവണ വരേക്ക് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അടിയിൽ പിടിക്കരുത്. തീ കുറച്ച് കമ്മിയൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഈ കേക്കിലേക്ക് ആവശ്യത്തിന് ഇവിടെ തേങ്ങ പൊളിക്കാൻ വേണ്ടി പോയി തേങ്ങ പൊളിച്ച് കൊടുന്ന് കണ്ടില്ലേ? ഇതൊരു തേങ്ങ ഉണ്ട്, ഇനിയൊരു തേങ്ങ ഉണ്ടല്ലേ, നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. സോറി, കേക്കിൻ്റെ റെസിപ്പി അല്ല കേട്ടോ, അലുവയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി പൊളിച്ച് കൊടുത്താൽ എനിക്ക് വേണ്ടി ചേർക്കാൻ വേണ്ടിയുള്ള തേങ്ങ പൊളിച്ച് കൊടുക്കുന്നതാണ്. ഉണ്ടല്ലോ അങ്ങനെ മുളച്ച് വന്ന് കിട്ടുന്നുണ്ട്. ഇനി ഒന്ന് പൊളിച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ അതൊന്ന് പൊളിക്കാം. ആഹാ, ഞാൻ ചൂന്നെടുക്കമ്മ ഒന്നെടുക്കമ്മ. ഇതേപോലെ ആവണം കേട്ടോ. ഏകദേശം കുറച്ച് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നല്ല പൊടി കണ്ടില്ലേ? ഗോതമ്പ് പൊടി എന്നാൽ കുറച്ചിങ്ങനെ ഒട്ടി കൊണ്ട് ഇരിക്കുന്നതല്ലേ, ലൂസായിട്ട് നന്നായിട്ട് അരിപ്പൊടി വറുത്തമാതിരി തന്നെ ആവും. കണ്ടില്ലേ? ഇതേ രൂപത്തിലെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കണ്ടില്ലേ, ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ തേങ്ങയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സി ജാറിൽ ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതേമാതിരി ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ക്രഷ് ചെയ്ത തേങ്ങ ഗോതമ്പ് പൊടിയിലേക്ക് കൊട്ടിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം. തീ കുറച്ച് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, തേങ്ങയും ഗോതമ്പ് പൊടിയും കൂടി. അപ്പോൾ ഇതിലേക്ക് നേരിട്ടിട്ട് അങ്ങോട്ട് നമ്മളെ ശർക്കരപ്പാനി പൊടിക്കുകയാണ് കേട്ടോ. നേരത്തെ എടുത്ത് വെച്ചുള്ള ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു ഈസി ആയിട്ട് റെസിപ്പിയാണ് കേട്ടോ. ഗോതമ്പ് പൊടി, ശർക്കരയും ഇതൊക്കെ തേങ്ങയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു അലുവയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് കേക്കല്ല, അലുവയുടെ റെസിപ്പിയാണ്. അല്ലേ, കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. നല്ല ടൈറ്റാവും ഗോതമ്പ് പൊടിയല്ലേ. അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് സ്ട്രോങ്ങോട്ട് ഇളക്കണം. ഇനി അതിലേക്ക് ഒന്നുകൂടി നല്ല മെൽട്ടായിട്ട് കിട്ടാൻ വേണ്ടി നന്നായിട്ടൊരു നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് എത്ര വേണമെങ്കിൽ ഒഴിക്കുക. നെയ്യ് നന്നായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അത് മെൽട്ടാക്കി എടുക്കണം. ഒരു 50 ഗ്രാം. 50 ഗ്രാമിൻ്റെ ആവശ്യമില്ല. ഒരു ശരിക്കും പറഞ്ഞ ടീസ്പൂണിലാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ നന്നായിട്ടൊന്ന് ഒഴിച്ചെടുക്കാനും മതി. അടിപൊളി. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇത്ര ആവശ്യം വരില്ല. പാത്രമായതുകൊണ്ട് അടി പിടിക്കുന്നുള്ളതല്ലേ.
നോൺ സ്റ്റിക്കിലാണെങ്കിൽ കുറച്ച് നെയ്യ് മതി അല്ലേ? ഒരു മിനിറ്റ് തുണി എടുക്കല്ലേ. ഇപ്പോൾ നല്ലൊരു സ്ക്വയർ പാത്രം അല്ലെങ്കിൽ റൗണ്ട് അതേമാതിരി പ്ലേറ്റ് എടുത്തിട്ട് എനിക്ക് കുറച്ച് നെയ്യൊക്കെ ഇട്ട് നെയ്യ് നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. എന്തിനാ തേച്ച് കൊടുക്കണം മനസ്സിലായോ? ഒട്ടിപ്പിടിക്കാതില്ല. ഇങ്ങനെ തേച്ച് കൊടുത്താൽ നല്ല ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വരും കേട്ടോ ഹലുവ. അതിന് വേണ്ടിയിട്ടാണ് ഇതിന്. അതിനുശേഷം നമ്മൾ മറ്റേ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി അല്ല അണ്ടിപ്പരിപ്പും ബദാമും പൊടിച്ചത്, കാഷ്യൂ ബദാം പൊടിച്ചത്. അത് ഓരോരുത്തർ ഇഷ്ടമാണ്. പൊടിച്ച് വെച്ചാൽ വല്ലാണ്ട് പൊടിക്കാൻ പാടില്ല. ക്രഷാക്കിയത് അല്ലേ? അതൊന്നിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും സന്തോഷം. ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഗോതമ്പും തേങ്ങയും പടം മിക്സ് ചെയ്തൊക്കെ ശർക്കര പാനിയൊക്കെ പടം മിക്സ് ചെയ്തത് ഇതിലേക്ക് ഇടുകയാണ്. സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞാൽ നല്ല കുറച്ച് നെയ്യൊക്കെ വെച്ചിട്ട് നല്ല തേച്ച് വിട്ടാൽ നന്നായിട്ട് നല്ല ഷേപ്പിൽ കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ ബദാം അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ ഇതാ കട്ട് ചെയ്യണതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. കേക്കല്ല കേട്ടോ, ഇതൊരു ഹൽവ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു. சொல்றடி